സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് വയനാടിൻ്റെ പുനരധിവാസത്തെക്കുറിച്ചാണ്. പുനരധിവാസത്തിന് മാത്രം 2000 കോടി രൂപ വേണം എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ പറയാറുള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസ്, മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അതിനൊപ്പം തന്നെ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിലാണ് ഈ 2000 കോടി രൂപ എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ എമൗണ്ടാണ് കേട്ടോ. അങ്ങനെ ഒരു എമൗണ്ടിനെ കുറിച്ച് സംസ്ഥാനം പറയുമ്പോൾ ഇതിൽ വ്യത്യസ്തമായ ഒരു കണക്ക് പറയുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് സിനിമ താരം എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ പൊതുവെ സന്തോഷ് പണ്ഡിറ്റിനെ പലരും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെയുണ്ട്. പക്ഷേ പണ്ഡിറ്റ് പറഞ്ഞ ചില കണക്കുകൾ അത് ഒരു പരിധിവരെ ചർച്ചയാകേണ്ടതാണ് എന്ന് തോന്നുകയാണ്. സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കണക്ക് ഇതാണ്. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ലൈഫ് പദ്ധതിക്കൊക്കെ പ്രകാരം നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നതിന് ഏതാണ്ട് 4 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയൊക്കെയാണ് ഏറ്റവും അനുവദിക്കാറുള്ളത്. സംസ്ഥാന സർക്കാർ അനുവദിക്കാറുള്ളത് പല ദുരന്തങ്ങൾ, ഇപ്പോൾ കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പല മേഖലകളിലും നടന്ന ദുരന്തത്തിലും കൊടുത്ത ഒരു തുക അങ്ങനെ തന്നെയായിരുന്നു. ഒരു 5 ലക്ഷത്തിൻ്റെ വീട്. അതിനപ്പുറത്തേക്ക് ഈ ചില സന്നദ്ധ സംഘടനകളൊക്കെ വന്ന് വീട് വെച്ച് കൊടുത്ത കണക്കുകളുണ്ട്. അത് വേറെ കണക്കാണ്. അത് കുറച്ചുകൂടി ഒക്കെ വരും. എന്നാലും 10 ലക്ഷത്തിൽ താഴെയാണ്. സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന കണക്ക് പ്രകാരം 10 ലക്ഷം എന്നുള്ളത് ഒരു 20 ലക്ഷത്തിന് വീട് വെച്ച് കൊടുക്കുക എന്നുള്ള കുറച്ചുകൂടി കൂട്ടിയുള്ള ഒരു ഇരട്ടിക്കണക്ക്, ഇരട്ടിയല്ല ഒരു 4 ഇരട്ടി കണക്ക് എന്ന് പറയേണ്ടി വരും സംസ്ഥാനത്തിൻ്റെ കണക്ക് പ്രകാരം. കുറച്ചുകൂടി നല്ലൊരു വീട്, നല്ലൊരു സാഹചര്യം. പിന്നെ ഒരു 10 ലക്ഷം കൂടി ഈ ഒരു വീട് വെക്കുന്നത് വരെ ഇവരുടെ താമസം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഒരു ചെലവ് ഒരു വീടിൻ്റെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 500 വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചു. 500 പേരെയാണ് ഈ ദുരന്തം അഫക്റ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയുള്ളതാണ് കണക്ക്. ഇപ്പോൾ മരണക്കണക്ക് 500 കടന്നു പോയാൽ പോലും അത് ഒരു വീട്ടിൽ തന്നെ 5-6 പേർ മരിച്ചവരുണ്ട്. അങ്ങനെ നോക്കിയാൽ പരമാവധി കൂട്ടിയാൽ തന്നെ ഒരു 500 വീടുകൾ എന്നുള്ളതാണ്. 500 വീടുകൾക്ക് അപ്പോൾ 30 ലക്ഷം രൂപ വെച്ച് കൂട്ടിയാൽ 150 കോടി രൂപയാണ് ഏതാണ്ട് വരുന്നത്. 500 ഇൻറ്റു 150. അതിൻ്റെ കൂടെ കടകൾ, ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിലെ കടകൾ കൂടി ഉണ്ട്. ആ കടകളുടെ കണക്കെടുത്താൽ ഏതാണ്ട് 50 കോടി രൂപ അവരുടെ പുനരധിവാസത്തിന്. അവരുടെ നാശനഷ്ടം എന്നുള്ളത് അവരുടെ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ നഷ്ടം. ഒരു വലിയ ജ്വല്ലറി പോലുള്ള കടകളല്ലോ, സാധാരണ കടകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു പുനരധിവാസത്തിന് ഒരു 50 കോടി രൂപ, അങ്ങനെ ഒരു 200 കോടി രൂപ എന്നുള്ളതാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന ഒരു കണക്ക്. ഇനി സർക്കാർ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്താൽ സർക്കാർ പറയുന്ന ഒരു ടൗൺഷിപ്പ് അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ സ്കൂളിൻ്റെ പുനർനിർമ്മാണം, ഇതെല്ലാം കൂടെ വെച്ച് നോക്കിയാലും ഇനി ഒരു പരമാവധി ഒരു 50 കോടി രൂപയുടെ അങ്ങ് കൂട്ടിക്കോട്ടെ. 50 കോടിയുടെ എന്ത് ചെയ്യാനാണുള്ളത് എന്നുള്ള സംശയമാണ്. 50 കോടി രൂപയുടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 250 കോടി രൂപ. യഥാർത്ഥത്തിൽ ഒരു 250 കോടി രൂപ ഈ നഷ്ടപരിഹാരമായിട്ടൊരു ആൾ മരിച്ചിടത്തൊക്കെ നമ്മളെ സംസ്ഥാന സർക്കാർ ഇത്ര ലക്ഷം രൂപയൊക്കെ ചേർത്തത് നേരത്തെ 30 ലക്ഷത്തിൽ വരും കേട്ടോ. അത് കൂടാതെ ഇങ്ങനെയൊക്കെ കൂട്ടിയാൽ തന്നെ ഒരു 250 അല്ലെങ്കിൽ ഒരു 300 കോടി, ഇനിയും പോട്ടെ ഒരു 500 കോടി. ഇതിനപ്പുറം എന്താണ് വയനാട്ടിൽ? എങ്ങനെയാണ് കണക്കുകൾ ശരിയാവുന്നത്? പലപ്പോഴും നമുക്കറിയാം, ഈ കേന്ദ്ര ഫണ്ടിന് വേണ്ടി സംസ്ഥാനം പലപ്പോഴും പല കണക്കുകളും സമർപ്പിക്കാറുണ്ട്. ഈ കണക്കുകൾ വെട്ടിത്തിരുത്തി വെട്ടിക്കുറച്ചുകൊണ്ടാണ് പലപ്പോഴും അവരുടെ കണക്കുകൾ വരാറുള്ളത് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതാണ് ആവർത്തിച്ച് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദേശീയ ദുരന്തം എന്നൊരു കാറ്റഗറി ഇപ്പോൾ ഇല്ല. പ്രകൃതി ദുരന്തങ്ങൾ ദേശീയ ദുരന്തത്തിൻ്റെ പട്ടികയിൽ വരില്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ സമയത്ത് പാർലമെൻറ്റിൽ പറഞ്ഞ നിലപാടുകൾ ഇപ്പോഴും മുന്നിൽ കിടപ്പുണ്ട്. അതിനുമപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ നേരത്തെ വി മുരളീധരൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ദേശീയ ദുരന്തം എന്നൊരു പരിഗണന പട്ടികയിലേക്ക് ഇത് വരില്ല, പക്ഷേ ഏറ്റവും തീവ്രത കൂടിയ ദുരന്തം എന്ന പട്ടികയിൽ വരുത്തുകയും പരമാവധി കേന്ദ്ര സഹായം ഉണ്ടാകുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ അതിനെ വരിക എന്നുള്ളതാണ്. ഇനി അതിനും അപ്പുറത്തേക്ക് നമുക്ക് പല ഷെൽട്ടർ ഹോമുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഇത്തരം ഈ മേഖലയിൽ അതിനായിട്ടുള്ള സൗകര്യങ്ങളും ഒരു പരിധിവരെ ഏൽപ്പിക്കാം. ഇനി ഇതെല്ലാം പോട്ടെ, ഇങ്ങനെയെല്ലാം കൂട്ടിയാൽ ഒരു 500 കോടി രൂപ വെറുതെ കയ്യിലിരുന്ന് കൂട്ടിയാൽ തന്നെ എത്ര കോടിക്കൊന്നും ഒരു വിലയില്ല യഥാർത്ഥത്തിൽ. ഒരു 1000 കോടി നിങ്ങളും കൂട്ട്. പിന്നെയും എങ്ങനെയാണ് ഒരു 2000 കോടിയുടെ കണക്ക് വരുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. 2000 കോടി ഏറ്റവും കുറഞ്ഞ കണക്കായിട്ടാണ് പറയുന്നത് കേട്ടോ. അതായത് ഇവരുടെ പുനരധിവാസം എന്നുള്ളത്, അതായത് ഇവർക്കൊരു
വീട് വെച്ച് കൊടുക്കുക പോലുള്ള കാര്യങ്ങൾക്കും കെട്ടിടങ്ങൾ നിർമ്മിക്കുക, അത്തരം കാര്യങ്ങളുണ്ടല്ലോ. ഇതിനു വേണ്ടിയാണ് 2000 കോടി രൂപ ഏറ്റവും മിനിമമായിട്ട് സംസ്ഥാനം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ 2000 കോടി രൂപ എന്നുള്ളത് ഒരു പരിധിവരെ ഒരു സന്തോഷ് പണ്ഡിറ്റിൻ്റെ കണക്ക് തന്നെ യഥാർത്ഥത്തിൽ ചിന്തിച്ചാൽ, നമ്മൾ തന്നെ, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക, എത്ര രൂപയാണ് വേണ്ടി വരിക എന്നുള്ളതാണ് ഒരു കുടുംബത്തിന്. വെറുതെ പറഞ്ഞ് എന്തെങ്കിലും ഒരു കണക്ക്, ഇപ്പോൾ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ മുണ്ടക്കൈയിലൊരു പുനരധിവാസം ഇനി ചിലപ്പോൾ സാധ്യമാകില്ല. അവിടെ സംസ്ഥാന സർക്കാർ ഇടപെടണം. ഇതാ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനായി അടക്കം പ്ലാന്റേഷൻ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം സർക്കാരിനുണ്ടായിരുന്നു. അത്തരം മേഖലകളിൽ ഇടപെടാൻ കഴിയുമെങ്കിൽ നിയമപരമായ സാധ്യതകൾ പരമാവധി ഉപയോഗിക്കാൻ സംസ്ഥാന സർക്കാരിനും കഴിയണം. അത്തരം ഭൂമികൾ ഏറ്റെടുക്കണം. ഇവർക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ, സുരക്ഷിതമായ സ്ഥലങ്ങളിൽ ഭൂമി ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ട് അവിടെ വീടുകൾ വെക്കുന്ന സ്ഥിതിയിലേക്ക് ഉണ്ടാകണം. ഇനി അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ നോക്കൂ, സർക്കാരിനൊന്നും പൈസ വേണ്ട. ഇപ്പോൾ എത്ര ആളുകളാണ് 100-ലധികം വീടുകൾ പറഞ്ഞിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ റിപ്പോർട്ടർ TV 150 വീടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടൗൺഷിപ്പ് തന്നെ അവർ നിർമ്മിച്ചു കൊടുക്കും. അവർ 100 ഏക്കർ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെന്താണ് പ്രശ്നം? ഇതാ ഓർത്തഡോക്സ് സഭ 50 വീടുകൾ പറഞ്ഞിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ 100 വീടുകൾ പറഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 50 കോടിയോളം ഇതിനകം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ സഹായിക്കാൻ തയ്യാറായി സന്നദ്ധരായി നിൽക്കുന്നു. ഈ പണമെല്ലാം ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു കണക്ക് സംസ്ഥാനം പറയുന്നത് എന്നതാണ് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ ഇനിയും ഇതിലും ഭേദം, ഇങ്ങനൊരു കോടികൾ കൊടുക്കുന്നതിലും ഭേദം കേന്ദ്രം നേരിട്ട് ഈ പദ്ധതികൾ, വീടുകൾ ഇവിടെ വന്ന് വെച്ച് കൊടുക്കുകയും മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതായിരിക്കും ഒരു പരിധിവരെ. കാരണം ഈ സുനാമി ഫണ്ടടക്കം എവിടേക്ക് പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും അർഹരായവരിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും വയനാട്ടിൽ ദുരിതത്തിൽ പെട്ട ചിലർ തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ദുരിതാശ്വാസ സർക്കാരിൻ്റെ CMDRF ഫണ്ടിനെ കുറിച്ചല്ല, അതല്ലാതെ കിട്ടുന്ന പലപ്പോഴും കേന്ദ്ര ഫണ്ടടക്കം വകമാറ്റി ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ളതാണ്. അവിടെയാണ് ഈ കണക്കുകൾ പ്രസക്തമാകുന്നത്. ഇതൊരു രാഷ്ട്രീയ പോരിന് വേണ്ടിയുള്ള തുടക്കം മാത്രമാണ് എന്ന് കരുതേണ്ടി വരികയാണ്. ഇപ്പോൾ 2000 കോടി എന്നുള്ളത് അതിര് കഴിഞ്ഞ ഒരു അവകാശവാദമാണ് എന്ന് പറയുമ്പോൾ, ആ 2000 കൊടുത്തില്ല, ഇനി 1000 പോലും കൊടുത്തില്ലെങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞ് ഇവർക്ക് പൊളിറ്റിക്കലി ഇത് ഉപയോഗിക്കാം. അതിനു വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് എന്ന് തന്നെ. അതാണല്ലോ ഈ ദേശീയ ദുരന്തം എന്ന് പ്രഖ്യാപിക്കില്ല എന്ന് പ്രതിപക്ഷത്തെ നേതാക്കൾ അടക്കം പറയുമ്പോൾ, VD സതീശനെ പോലുള്ളവർ പോലും പറയുമ്പോൾ, അതിനുവേണ്ടി വീണ്ടും ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ്? യാഥാർത്ഥ്യബോധത്തോടു കൂടി എന്തുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തെ സമീപിക്കാത്തത്? തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ കണക്കുകളും ഇപ്പോൾ കേന്ദ്ര സംഘവും ഉദ്യോഗസ്ഥരടക്കം ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. അവർക്കും കൃത്യമായ കണക്കുകൾ ഉണ്ടാകും. തീർച്ചയായും യാഥാർത്ഥ്യബോധത്തോട് ഈ ദയവ് ചെയ്ത് വയനാട് വിഷയമെങ്കിലും നിങ്ങളൊരു പൊളിറ്റിക്കൽ ഗിമ്മിക്സിന് വേണ്ടി, പൊളിറ്റിക്കൽ ഫൈറ്റിന് വേണ്ടി ഇനി ഉപയോഗിക്കരുത്. അതിനുവേണ്ടിയുള്ള ആരോപണങ്ങളാവില്ല. തീർച്ചയായും അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഇടപെടലായിരിക്കണം ഉണ്ടാകേണ്ടത്. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.